നമ്മൾ ഈ കന്യാസ്ത്രീ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മനുഷ്യർ, സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെപ്പറ്റി നമ്മളെല്ലാം കേട്ടത്, അല്ലെങ്കിൽ കൂടുതൽ സമൂഹം ചർച്ച ചെയ്ത് ഒരു പക്ഷേ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെതും കന്യാസ്ത്രീ സമരം, ഇതുപോലുള്ള കുറേ പ്രശ്നങ്ങൾ വളരെ അടുത്ത കാലത്ത് മാത്രമാണ്. അതിനു മുമ്പ് ഈ വൈദിക സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്ന ഈ മനുഷ്യരത്രയും അവരവരുടെ അവകാശങ്ങൾ പറഞ്ഞ് പുറത്തിറങ്ങിയത്. ഒരുപക്ഷെ സഫിയയ്ക്കും അക്കാര്യം തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം ഇവർ മുസ്ലിം പേഴ്സണൽ ലോയിലെ മാറ്റങ്ങൾ വേണമെന്നും അതിൽ സ്ത്രീ അവകാശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ അമെൻഡ് ചെയ്യണമെന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി നിയമപരമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് സഫിയ. എനിക്ക് തോന്നുന്നത് ഈ നിർദ്ദേശം, ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്ന രീതിയിൽ ഒരു സംഗതി ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ സഫിയയ്ക്കും അതിനോട് തന്നെ ചേർത്ത് സംസാരിക്കാൻ പറ്റുമായിരിക്കും. തീർച്ചയായിട്ടും മരിയ റോസ എഴുതിയത് കന്യാസ്ത്രീകൾ എന്ന രീതിയിലുള്ള ഒരു ആവശ്യമാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇത് പൊതുവായിട്ടുള്ള ആവശ്യമായിട്ട് തന്നെ ഭരണഘടനാപരമായ അവകാശമായി തന്നെ മുന്നോട്ട് വയ്ക്കാവുന്ന ഒന്നാണ്. ഞാനത് വായിക്കുന്നു. സഭകളിൽ നിലനിൽക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾ, പുറത്താക്കൽ, ലൈംഗിക ചൂഷണങ്ങൾ, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, സാമ്പത്തിക ഭൂമി കുംഭകോണങ്ങൾ ആദിയായവയെ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാക്കി നടപടി സ്വീകരിക്കുക. സന്യാസ വൈദിക വൃത്തി ഉപേക്ഷിക്കുന്നവർക്ക് ലേബർ നിയമവും വേതന വ്യവസ്ഥയും ബാധകമാക്കുക. കുടുംബ സ്വത്തിന്മേൽ അവകാശം ഉറപ്പാക്കുക. പുറത്തു വരുന്നവർക്കെതിരെ സംഘടിതമായി നടത്തുന്ന അപവാദ പ്രചരണങ്ങളും സാമൂഹിക അയിത്തങ്ങളും നിരാസിക്കുക. വിവാഹിത പൗരോഹിത്യം, സ്ത്രീകളുടെ പൗരോഹിത്യം എന്നിവ നടപ്പാക്കുക. പിരിഞ്ഞു പോരുന്നവർക്കുള്ള വേർപിരിയൽ തുക ഉറപ്പാക്കുവാനും മറ്റ് കാലാനുസൃതമായ മാറ്റങ്ങൾക്കുമായി കാനോൻ നിയമ ഭേദഗതി വരുത്തണം. പഴയകാല സേവനം പരിഗണിച്ച് അർഹമായ ആനുകൂല്യങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ നൽകുക. സുതാര്യതയും വേർപിരിയൽ തുകയും ഉറപ്പുവരുത്തുന്ന ചർച്ച് ആക്ട് ബിൽ പാസ്സാക്കുക. മഠത്തിലും സെമിനാരിയിലും പ്രവേശനം പ്രായപൂർത്തിയായവർക്ക് മാത്രമാക്കുക. ഇതാണ് അവകാശങ്ങളായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനോട് ചേർന്ന ഒരു പൊതു അവകാശത്തിൽ എനിക്ക് തോന്നുന്നത് സഫിയ ഉൾപ്പെടെയുള്ള മുസ്ലിം സമൂഹത്തിൽപ്പെട്ട, സ്ത്രീ സമൂഹത്തിൽപ്പെട്ട ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന മുസ്ലിം പേഴ്സണൽ ലോയിലുള്ള അമെൻമെൻറ്റ്, ഈ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് തർക്കങ്ങൾ, മറ്റ് ആവശ്യങ്ങൾ, ഭരണഘടനാ വിധേയമായിട്ടുള്ള മറ്റ് അവകാശങ്ങൾ, ഇതൊക്കെ എനിക്ക് തോന്നുന്നത് രണ്ട് പേർക്കും കോമൺ ആയിട്ട് തന്നെ ആയിരിക്കും ചില കാര്യങ്ങൾ എടുക്കാമെന്ന് തോന്നുന്നു. എനിക്ക് സഫിയ കൂടെ കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാൻ പുസ്തകം വായിച്ചില്ല, അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞു കേട്ട കാര്യങ്ങളെ എനിക്ക് പറയുള്ളൂ. പൊതുവേ ഈ നമ്മുടെ നാട്ടിലെയും ഭരണഘടന എന്നൊന്നുണ്ട്. എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങളും അധികാരങ്ങളും കടമകളും ഒക്കെ എഴുതിക്കൊണ്ടുള്ള നമ്മുടെ ഒരു നിയമ പുസ്തകം, മീൻസ് നമ്മുടെ നാടിൻ്റെ ഒരു എന്താ പറയുക, ഹോളി ബുക്ക് എന്ന് പറയാവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. ഈ ഭരണഘടന ഇവിടെ നിലനിൽക്കെ തന്നെ ഓരോ പൗരന്മാർക്കും മതവും ജാതിയും വർഗവും ജെൻഡറും ഒക്കെ അനുസരിച്ചിട്ടാണ് ഇവിടെ നിയമം. അപ്പം നമ്മുടെ ഭരണഘടന പറയുന്നത് ആർട്ടിക്കിൾ 14 and 15 നമുക്ക് നിയമത്തിൻ്റെ മുന്നിൽ തുല്യതയും പിന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കാനുള്ള, ഒരു പൗരനെ അവൻ്റെ ജെൻഡറിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കാനുള്ള അവകാശങ്ങളും ഒക്കെ നമുക്ക് മൗലിക അവകാശമായി തരുന്നുണ്ട്. പക്ഷേ മതങ്ങൾ എല്ലാം ഒരു, അതായത് നമ്മുടെ സക്സഷനായാലും ജനിച്ച് മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മളെ ഭരിക്കുന്നത് നമ്മുടെ മതമാണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 14 and 15 ഒക്കെ നമ്മുടെ മതനിയമങ്ങൾ അനുസരിച്ച് നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ തുല്യത എന്ന് പറയുന്ന സാധനത്തെയൊക്കെ ഹനിച്ചു കൊണ്ടിട്ടാണ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ നമുക്കിപ്പം മാരേജിലായാലും കുട്ടികളുടെ കസ്റ്റഡിയിലായാലും പിന്നെ സക്സഷൻ എന്ന് പറയുന്ന സംഭവത്തിലായാലും വില്ലിലായാലും ലെഗസിയിലായാലും ഒക്കെ ഈ മതം ഒരാളെ നമ്മുടെ നിയമം നമ്മളോട് ചോദിക്കുന്നത് നീ ആരാണ്, നീ ആണാണോ പെണ്ണാണോ, നീ മുസ്ലിമാണോ, നീ ഹിന്ദുവാണോ, നീ ക്രിസ്ത്യാനിയാണോ, അതായത് എല്ലാ പൗരന്മാരെയും തുല്യരായി കണക്കാക്കണം എന്ന് പറയുന്ന ഒരു ഭരണഘടനയുടെ കീഴിൽ നിൽക്കുന്ന നമുക്ക് നമ്മുടെ ഒരു പ്രശ്നവുമായിട്ട് കോടതിക്ക് മുമ്പ് ചെല്ലുമ്പോൾ കോടതിയും നമ്മളോട് ചോദിക്കുന്നത്, കോടതിയിലെ നിയമം നമ്മളോട് ചോദിക്കുന്നത് നീ ആരാണ്, നിൻ്റെ മതം ഏതാണ്, നിൻ്റെ ജെൻഡർ ഏതാണ്. അപ്പോൾ അത് മാറണം. നമ്മുടെ ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്, എല്ലാ ആണും പെണ്ണും ഒക്കെ തുല്യരാണെന്ന് നമുക്ക് തുല്യത വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടരുത് എന്നുള്ള ഒരു ഇതും നമുക്ക് മൗലികാവകാശമായി തരുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഭരണഘടന നടപ്പിലാക്കപ്പെട്ടാൽ തന്നെ, ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള തുല്യത എന്ന് പറയുന്ന ഇത് നമുക്ക് നടപ്പിലാക്കപ്പെട്ടാൽ തന്നെ ഇത്തരം ഇനീക്വാലിറ്റീസും എന്താ പറയുക ചൂഷണങ്ങളും അല്ലേ നമുക്ക് മാറ്റപ്പെടും. കാരണം നമുക്ക് ഓൾറെഡി നല്ലൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന നടപ്പിലാക്കിയാൽ തന്നെ ഇപ്പം ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജെൻഡറിൻ്റെ പേരിലൊക്കെ നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഇത് ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മൗലികാവകാശങ്ങൾ കൃത്യമായി നടപ്പാക്കപ്പെട്ടാൽ തന്നെ മാറാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടനയുടെ പല കാര്യങ്ങളും നമുക്ക് ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്ത് ഭരണഘടന സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത കൂടെ നമ്മളെപ്പോലുള്ള ലിബറലായി ചിന്തിക്കുന്ന, സെക്യുലറായി ചിന്തിക്കുന്ന മനുഷ്യർക്ക് കൂടെയുണ്ട്. ഒരു ചോദ്യം ഉന്നയിക്കാനുള്ളത്, ഈ തീർച്ചയായിട്ടും ഈ മുസ്ലിം സ്വത്വം എന്നുള്ളത് ഇപ്പം മത സ്വത്വത്തിൽ നിന്ന് പുറത്തു പോന്നാലും നമുക്കറിയാം ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അത്ര ഇതല്ല. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുസ്ലിം മുസ്ലിം മതങ്ങൾക്കകത്ത്, മുസ്ലിം മതത്തിനകത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെ ഉയർത്തി കാണിക്കുമ്പോൾ തന്നെ ഒരേ സമയം അത് മറ്റൊരു രീതിയിൽ ആ മതസ്വത്വത്തെ പൂർണ്ണമായും ആക്രമിക്കാവുന്ന രീതിയിലേക്കുള്ളൊരു മറ്റൊരു ഒരു ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഇത്തരം വാദങ്ങൾ ഉയർത്തി മുന്നോട്ട് പോകുമ്പോൾ അത് എന്തെങ്കിലും തരത്തിൽ കൺസേൺ ഉണ്ടായിട്ടുണ്ടോ? അതോ അത് എങ്ങനെയാണ് അതിനെ ചിന്തിച്ച് കണ്ടിട്ടുള്ളത്? അതൊരു പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളും അവരും ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയാണ് നമുക്കിവിടെ മതസ്വാതന്ത്ര്യം തരുന്നത് അല്ലേ. അപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരമാണ് മതസ്വാതന്ത്ര്യം ഉള്ളത്. അപ്പോൾ മൗലികാവകാശം പറയുന്ന എല്ലാ ആർട്ടിക്കിളിനെയും ഹനിച്ചുകൊണ്ട് മതസ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 മാത്രം വേണമെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. നിങ്ങൾ ഭരണഘടനയെ മാനിക്കുന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 25 മാത്രം മാനിച്ചുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? നമ്മളും ആർട്ടിക്കിൾ 25 മാനിക്കുന്നുണ്ട്, ഭരണഘടനയുടെ എല്ലാ ആർട്ടിക്കിളും മാനിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കുമുള്ള മൗലികാവകാശം, മതമുള്ളവർക്കുള്ള മൗലിക അവകാശം തന്നെ നമുക്കുമുണ്ട്. അതിപ്പോൾ അലോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ മതം ആർട്ടിക്കിൾ 25ൻ്റെ ഒരു എന്താ പറയുക, ഇത് ഒരു കേസിനകത്ത് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 24 എന്ന് പറഞ്ഞാൽ റിലീജിയനിൽ വിശ്വസിക്കാനുള്ള അവകാശമാണ്. നമ്മുടെ ശബരിമല വിധിക്കകത്ത് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം എന്ന് ആ വിധിക്കകത്ത് വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ആർട്ടിക്കിൾ 25 പ്രകാരം നമുക്ക് അവകാശമുണ്ട്. അങ്ങനെ വിശ്വസിക്കാതിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൗലികാവകാശങ്ങൾ എങ്ങനെയാണ് ഹനിക്കപ്പെടുക? അപ്പം നമ്മളിവിടെ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ആർട്ടിക്കിൾ എടുക്കുമ്പോൾ മറ്റ് ആ മതത്തിലെയോ അതിന് പുറത്തെയോ ഏതെങ്കിലും പൗരന്മാർക്ക് അവരുടെ മൗലികാവകാശത്തെ ഹനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആർട്ടിക്കിൾ 25 മാത്രം മതി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? എല്ലാ പൗരന്മാർക്കും തുല്യത വേണ്ടേ? മതത്തിലുള്ളവർക്ക് മാത്രം പോരല്ലോ. അതിൽ നിന്ന് വിശ്വാസം വിട്ട് പുറത്തു വന്ന് നമുക്കും തുല്യത വേണം. അപ്പം എൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ മതം വിട്ട് പുറത്തു വന്നപ്പോഴും മുസ്ലിം വ്യക്തി നിയമം തന്നെയാണ് നമുക്ക് ബാധകം. അപ്പോൾ ആ മുസ്ലിം വ്യക്തി നിയമത്തിനകത്തുള്ള തുല്യത ഇല്ലായ്മ കണ്ടിട്ട് മുസ്ലിം ഇതിനകത്തുള്ള പല സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന പല നിയമങ്ങൾക്കും എതിരായി പ്രതിഷേധിച്ചുകൊണ്ടും കൂടിയാണ് നമ്മൾ മതത്തിനകത്തുനിന്ന് പുറത്തു വരുന്നത്. കാരണം ഒരിക്കലും ഏതെങ്കിലും ഒരു പുരുഷൻ്റെ പാതിയാണ് ഞാനെന്ന് വിശ്വസിക്കുന്നില്ല. എൻ്റെ മകൾ ഏതെങ്കിലും ഒരു പുരുഷൻ്റെ പാതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അങ്ങനെയല്ല വളർത്തപ്പെട്ടതും. ഇനി വളർത്തപ്പെട്ടാൽ പോലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വന്തം ബുദ്ധി വയ്ക്കുമ്പോൾ നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പോൾ ഒരിക്കലും ഞാൻ ഏതെങ്കിലും ഒരു പുരുഷൻ്റെ പകുതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എനിക്കൊരു അത് തന്നെ ഒരു ഡിസ്ക്രിമിനേഷനാണല്ലോ, നിങ്ങൾ ഒരു ഒരു പുരുഷൻ്റെ പകുതിയാണെന്നുള്ളത്. അപ്പോൾ കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മതം വിട്ടിട്ടും നമ്മൾക്കിപ്പോഴും ഒരാൾ മുസ്ലിമായി ഇന്ത്യയിൽ ജനിച്ചാൽ അയാൾക്ക് മുസ്ലിം പേഴ്സണൽ ലോ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് 1937 ആണ് ഇപ്പോഴും ബാധകം. അത് മാറണം.
കാരണം നമുക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളെ ഈ നിയമത്തിൽ തളച്ചിടേണ്ട കാര്യമില്ല. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി സെക്കുലറായ ഇന്ത്യൻ സക്സഷൻ ആക്ട് നമുക്ക് ബാധകമാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സുപ്രീം കോടതി കേസിന് പോയിരിക്കുന്നത്. നമ്മളിത് കൺക്ലൂഡ് ചെയ്യാണ്. സഫിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ബ്രദറിനെ സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തത് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം നിയമപരമായിട്ട് എന്താ പറയുന്നത്, ഇതിൻ്റെ ഒരു ഡിവിഷൻ, സ്വത്തിൻ്റെ ഒരു വിഭജനം നടക്കുമ്പോൾ അത് അങ്ങനെയല്ല. ഞാനാണ് അവരെ സംരക്ഷിക്കുന്നത്, പുരുഷനായിട്ടുള്ള എൻ്റെ ബ്രദറിനെ ഞാനാണ് സംരക്ഷിക്കുന്നത്. പക്ഷേ നിയമം നോക്കുമ്പം സ്ത്രീ അവൻ എന്നെ സംരക്ഷിക്കുന്നതായിട്ടാണ് നിയമം വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളൊരു വളരെ ഒരു നിരീക്ഷണം അതിനകത്ത് പറഞ്ഞു വെച്ചത് ഞാൻ കേട്ടിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് സമയത്തിൻ്റെ അതായത് സാധാരണ ഈ നമുക്ക് മുസ്ലിം സ്ത്രീകൾക്ക് പാതി സ്വത്ത് തരുന്നത് പുരുഷന് സ്ത്രീയെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ബ്രദർ നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ ആ സംരക്ഷണ കൂലി എന്ന പേരിലാണ് ഇവർ ഈ ഇരട്ടി സ്വത്തിന് ഒരു ന്യായീകരണം പറയുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ ബ്രദർ മെൻ്റലി റിട്ടാർഡഡ് ആണ്, അവനെ ഞാനാണ് സംരക്ഷിക്കേണ്ടത്, ഞാനും എൻ്റെ മകളുമാണ് സംരക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ സ്വത്ത് ഡിവിഷൻ ചെയ്യുമ്പോൾ എൻ്റെ സംരക്ഷണ കൂലി, ഇവർ ഈ സംരക്ഷണ കൂലി എന്ന് ന്യായം പറയുന്നത് കൊണ്ടാണ് ഞാനീ പറയുന്നത്. അവന് ഇപ്പോൾ 100 സെൻറ്റിൽ നിന്ന് 66 സെൻറ്റ് കിട്ടുമ്പോൾ എനിക്ക് 33 സെൻറ്റ് കിട്ടുള്ളൂ. എൻ്റെ സംരക്ഷണ കൂലി തന്നെ അവന് കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് എൻ്റെ ബ്രദറാണ്, എൻ്റെ കൂടപ്പിറപ്പാണ്, എനിക്ക് സംരക്ഷണ കൂലി തരണ്ട. കാരണം എൻ്റെ ബ്രദറിനെ അവന് എനിക്കൊരു ബാധ്യതയല്ല, എൻ്റെ മകളോ എൻ്റെ ബ്രദറോ എനിക്കൊരു ബാധ്യതയല്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവരെ രണ്ടുപേരെയും സംരക്ഷിച്ചോളാം. എനിക്ക് നിങ്ങൾ ഈ ചോദിക്കുന്ന സംരക്ഷണ കൂലി എനിക്ക് വേണ്ട. ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഈക്വാലിറ്റി, അത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഡിഗ്നിറ്റി. നമുക്ക് ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്നൊരു അവകാശം ഭരണഘടന തരുന്നുണ്ട്. അപ്പോൾ ആ ഡിഗ്നിറ്റിയോടുകൂടി ഞാൻ ആരുടെയും പകുതിയല്ല, എനിക്ക് സംരക്ഷണ കൂലി വേണ്ട, എന്നെയും ആരും സംരക്ഷിക്കേണ്ടതില്ല. ഒരു സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം കാര്യങ്ങൾ നോക്കാനുമുള്ള ഒരു എബിലിറ്റി എനിക്കുണ്ട്. അതുകൊണ്ട് എന്നെ ആരും സംരക്ഷിക്കേണ്ട. ഞാനിപ്പോൾ അവനൊരു ഡിസേബിൾഡ് ആയ വ്യക്തിയാണ്, എൻ്റെ ബ്രദറാണ്, എൻ്റെ കൂടപ്പിറപ്പാണ്, ഞാൻ നോക്കിക്കോളാം, എനിക്ക് ജീവനുള്ളിടത്തോളം ഞാൻ നോക്കിക്കോളാം. അതിന് ഞാൻ സംരക്ഷണ കൂലി ആരുടെ അടുത്തും ആവശ്യപ്പെടുന്നില്ല. എനിക്ക് വേണ്ടത് ഈക്വാലിറ്റിയാണ്. അത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഡിഗ്നിറ്റി. അത് സ്വത്തിൻ്റെയോ മറ്റെന്തിൻ്റെയെങ്കിലും പ്രശ്നമല്ല. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഡിഗ്നിറ്റി, ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്നുള്ളതാണ്. അതാണ് നമ്മൾ അതിനകത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. താങ്ക് യു. തീർച്ചയായും സമയക്കുറവ് നല്ലോണം ഉണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. വാസ്തവത്തിൽ മരിയ റോസയ്ക്ക് അവരുടെ പാർട്ട്ണറെ പറ്റിയൊക്കെ കുറേ പറയണമെന്നുണ്ട്. ട്യൂൻസ് പറയാം. സഫിയ പറഞ്ഞതുപോലെ ഐ തിങ്ക് വിമൻ ഏത് റിലീജിയനിലാണെങ്കിലും അതിന് പുറത്ത് വന്നാലും നിങ്ങൾ മതം ഉപേക്ഷിച്ചാലും മതം നിങ്ങളെ ഉപേക്ഷിക്കില്ല, നിങ്ങളെ വീട്ടിൽ പുറകെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് നമ്മളെപ്പോലുള്ള സ്ത്രീകൾ ഏത് മതത്തിൽ നിന്നും പുറത്തു വരുന്നവരും ഉള്ളിൽ ജീവിക്കുന്നവരും അനുഭവിക്കുന്നത്. ഈ എൻഡ് ഓഫ് ദ ബുക്ക് ഒരു ഫ്യൂ സെൻറ്റൻസ് അബൌട്ട് മൈ പാർട്ട്ണർ ഓൾസോ, എങ്കിലും എനിക്ക് അതിൻ്റെ ഒരു കംപ്ലീഷൻ ഇവിടെ കിട്ടുള്ളൂ. ഞാനൊരു 50 years ആയപ്പോൾ പൂനെ ഓഷോ സെൻട്രൽ വെച്ച് എൻ്റെ പാർട്ട്ണറിനെ ഓസ്ട്രേലിയൻ നാഷണലിനെ കണ്ടുമുട്ടുകയും നൗ വി ഹാവ് എ ലൈഫ് ടുഗെദർ, ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ജീവിതമാണ് എനിക്കുള്ളത് ഇൻ ഓസ്ട്രേലിയ പെർത്ത്. എൻ്റെ പുസ്തകത്തിന് ഇംഗ്ലീഷിലൊക്കെ അദ്ദേഹം വളരെയധികം ഹെൽപ്പ് ചെയ്തു. മലയാളം അറിയാമായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഹി വുഡ് ഹാവ് ബീൻ. ഇപ്പോൾ ഇവിടെ ഇല്ല, മേ ബി വിതിൻ ഫ്യൂ മന്ത്സ് വരും, അപ്പോൾ ഇങ്ങനെയുള്ള വേദിയിൽ കണ്ടുമുട്ടാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ വാസ് ഇദ്ദേഹത്തോട് പറയുകയാണ് ചെയ്തത്, ഞാനിന്നും മഠം വിടുക മാത്രമല്ല മതം വിട്ട ഒരു മഠം വിട്ട പെണ്ണും കൂടിയാണ്. സോ അത് ഇങ്ങനെയുള്ളൊരു വേദിയിൽ വളരെ ഇമ്പോർട്ടൻ്റ്. യെസ്റ്റർഡേ അത് റെലവൻ്റ് അല്ലായിരുന്നു, ഓൾദോ ഞാൻ മെൻഷൻ ചെയ്തെങ്കിലും. ഈ വേദി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മയാകുമ്പം ഞാൻ ഒരു മുൻകന്യാസ്ത്രീയായി ഇത്രയും നാൾ ഉപാസിച്ച് നടന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ജീസസ് ഈസ് നോട്ട് എ ഗോഡ് ഫോർ മീ, ദർ ഇസ് നോ ഗോഡ്സ്, ഒരു സങ്കല്പമാണത് എല്ലാം മാൻ മെയ്ഡ്. എനിക്ക് വിമൻ അതിൽ റോളേ ഇല്ല. ക്രിസ്ത്യാനിറ്റിയിൽ ദർ ഇസ് നോ വുമൺ ഗോഡ് അറ്റ് ഓൾ. അപ്പോൾ ഞാൻ മതം ഉപേക്ഷിച്ചതുപോലെ തന്നെ ഒരു ഗ്രാജുവൽ പ്രോസസ്സായിരുന്നു. താങ്ക് യു. അപ്പം എല്ലാവർക്കും നന്ദി. ഈ ചർച്ച വീണ്ടും തുടരും. നമുക്ക് തൽക്കാലത്തേക്ക് നിർത്തും.